ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ? ഇപ്പോൾ നമ്മൾ പോകുന്നത് വിഷുവിന് കണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടാണ്. നമ്മളിപ്പോൾ കോട്ടമുക്കിലോട്ടാണ് പോകുന്നത്. വിഷുക്കണിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നിരത്തി ഇട്ടേക്കുന്നുണ്ട്. അങ്ങനെ ചിക്കു അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുവാണ്. വെള്ളരിക്കയും മത്തങ്ങയും പൈനാപ്പിളും വാങ്ങിച്ചേ ഗൈസ്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ട്. പിന്നെ എന്തോന്ന് വാങ്ങണം? കൃഷ്ണൻ വാങ്ങണം. നമ്മളിൽ കൃഷ്ണനില്ല, അപ്പൊ കൃഷ്ണന്റെ ഒരു വിഗ്രഹം വാങ്ങണം. പിന്നെ നമുക്ക് പഴം വാങ്ങണം. അങ്ങനത്തെ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ഓണ വഴിക്ക് നമ്മുടെ ഫാൻസിനെ കണ്ടേ. അങ്ങനെ നമ്മളെ കൊണ്ട് വണ്ടിയൊക്കെ ഒതുക്കിപ്പിച്ച് നിർബന്ധിച്ച് നമ്മളുടെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ എടുത്തേ. ചുമ്മാ ഗൈസ്, അത് നമ്മളുടെ ചേട്ടനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കൃഷ്ണന്റെ വിഗ്രഹം വാങ്ങാൻ പോകുന്നത്. നാളെ വിഷു ആയതുകൊണ്ട് ഇന്ന് അവർ എന്തായാലും നല്ല റേറ്റ് കൂട്ടി കാണും. ഇപ്പൊ എടുത്തത് 350 ആയിരിക്കുമല്ലോ. പൈസ കുറച്ച് തരോ? 350. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ചേട്ടാ ഇതെടുക്കാം. 350 അല്ലേ? വേറെയും കുറെ നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല, സമയമില്ലായിരുന്നു. പിന്നെ നമ്മളുടെ ആവശ്യമായി പോയില്ലേ, പിന്നെ അങ്ങ് വാങ്ങിച്ചു. കൊച്ചുള്ളൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കട കണ്ടേ. അങ്ങനെ അവിടെ കയറി നമുക്ക് ആവശ്യത്തിന് കൂടുതലൊന്നും വേണ്ടല്ലോ, കുറച്ച് മതി നമ്മൾ കണി വെക്കാൻ വേണ്ടി. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രം ആ കവറിലാക്കിയിട്ടും പിന്നെ ആ ചെണ്ടയിൽ വെയിറ്റ് ചെയ്യാൻ കൊടുത്തു. അറൗണ്ട് ഒരു 200 സംതിങ് ആയി. പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് തണ്ണിമത്തനും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ വാങ്ങിച്ചേ. ചക്ക കിട്ടിയില്ല, ബാക്കിയെല്ലാം വാങ്ങിച്ചു. ഫ്രൂട്ട്സ് വാങ്ങിച്ച്, വെജിറ്റബിൾസ് വാങ്ങിച്ച്, എല്ലാം വാങ്ങിച്ചു. ചക്ക കിട്ടിയില്ല. ചക്ക ഇനി എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് നോക്കാം. കണിക്കൊന്ന ചേട്ടൻ ഉച്ചയ്ക്ക് എടുത്തോണ്ട് വന്നു. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഇതൊക്കെ വെച്ചിട്ട് നമുക്കിനി 7 മണിയൊക്കെ ആകുമ്പോൾ കനകക്കുന്നിൽ പോകണം. അവിടെ കുറച്ച് പരിപാടി നടക്കില്ല. അപ്പം ഇത് കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഇത് തിരിച്ച് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. നാളത്തെ വിഷുവിന് വേണ്ടി നമുക്ക് ചിലവായ പൈസ വന്നിട്ട് അറൗണ്ട് ഒരു 800 ആവും. കൃഷ്ണന് 350 രൂപയ്ക്കാണ് പറഞ്ഞത്. ഫ്രൂട്ട്സ് ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ആതളം വാങ്ങിച്ചതിന് 207 രൂപയായി. ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചില്ലേ മത്തൻ, വെള്ളരിക്ക, പൈനാപ്പിളിന് 100 എത്ര രൂപയായി. തണ്ണിമത്തന് 100 രൂപയായി. അത്യാവശ്യം കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. ചക്കയും പഴവും ചിലപ്പോൾ നമ്മൾ രാത്രി വരുമ്പോൾ വാങ്ങിച്ചിട്ട്. ഈ ചക്ക നമ്മൾ വാങ്ങിക്കണില്ല, നമ്മളിവിടെ ഒരു പെരേടത്തിൽ ചക്ക കണ്ട്. അപ്പൊ അതെടുക്കാനാണ് ചിക്കുവിന്റെ പ്ലാൻ. പഴം നമുക്ക് എന്തായാലും വാങ്ങണം. പഴം നമുക്ക് എവിടെ നിന്നും കിട്ടൂലല്ലോ. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹലോ സിയ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. അതെന്താ നീ ചെയ്യാത്തത്? എന്തടി നീ ഇവന് എന്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമല്ലെന്ന്. ഈ കൊരങ്ങന് എന്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമല്ല. എന്റെ വീഡിയോ കാണുമ്പോൾ എടുത്ത് മാറ്റും. അബു, കനകക്കുന്നിൽ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ കനകക്കുന്ന് എത്തി. അപ്പോൾ അവിടെ ഇന്ന് വൃത്തി 2025 ലാസ്റ്റ് ഡേ ആണ്. അവിടെ എത്തിയ ഉടനെ കാണുന്ന കാഴ്ച ഇതാണ്. എൻ്റെ അമ്മ അടിപൊളിയായിരുന്നു. ഇതെല്ലാം പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് നോക്കിയേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഹാൻഡ്സ് ഓഫ് ടു ദി എൻ്റയർ ടീം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറുവാണ്. ഇവിടെ എന്ന് വന്നാലും മെയിൻ ഹൈലൈറ്റ് വന്നിട്ട് ഈ ലൈറ്റ്സ് തന്നെയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇവർ ഈ ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. ശേഷം നമ്മൾ അവിടെ നിന്ന് ചായയും കോളിഫ്ലവറും വാങ്ങി കഴിച്ചേ. അവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഫസ്റ്റത്തെ ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് അശ്വരത്ത് മാം ആൻഡ് ക്രൂ ആണെന്ന്. പിന്നെ നമ്മൾ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഫിഷസ്, പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഫിഷസ് കാണാം. ബട്ടർഫ്ലൈസ്, അതേപോലെ തന്നെ ജൈന്റ് മഷ്റൂംസിനെയൊക്കെ കാണാൻ പറ്റും. ഒക്ടോബസിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഇത് പ്ലാസ്റ്റിക് കൊണ്ടല്ല, പക്ഷെ അലുമിനിയം ഫോയിലില്ലേ, നമ്മൾ ബിരിയാണി കണ്ടെയ്നറായിട്ടൊക്കെ എടുക്കത്തില്ലേ, അലുമിനിയം ഫോയിൽ കൊണ്ടാണ് ഫുള്ള് വെച്ചേക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഡ്രാഗനെയൊക്കെ കാണാം. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ ലൈറ്റ്സ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. ഉള്ളിലോട്ട് വേറെയും പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുള്ളായിട്ട് കാണാൻ നിന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ കനകക്കുന്നിൽ നിന്ന് ഇറങ്ങിയേക്കുന്നു. ഇനി നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ചിലപ്പോൾ രാത്രി സിനിമയ്ക്ക് പോകും. തിരിച്ചു വരാൻ നേരം കടയിൽ കയറി ആർട്ടിഫിഷ്യൽ കണിക്കൊന്നയൊക്കെ വാങ്ങി. അതിന് 50 രൂപയായേ. വെള്ളം ദാഹിച്ചു വയ്യായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ചക്ക എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമുക്ക് ചക്ക കിട്ടി ഗൈസ്. ചിക്കു അതിസാഹസികമായി ആരെയോ പറമ്പിൽ കയറി ചക്ക എടുത്തു. നമുക്ക് എല്ലാം കിട്ടി. ഇനി നമുക്ക് കണിയും കൂടെ വച്ചാൽ മതി. അങ്ങനെ നമ്മളെല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയപ്പോ നമ്മളുടെ കുട്ടിപ്പട്ടാളം. അപ്പൊ നമുക്ക് കണി ഒരുക്കണ്ടേ? നമുക്ക് ഒരുമിച്ച് ചാടാം. റെഡി 1, ഇങ്ങോട്ട് ചാടണേ. റെഡി 1, 2, 3 സ്റ്റാർട്ട്. പറ, എല്ലാവർക്കും ഹാപ്പി വിഷു പറ. സോ ഇതായിരുന്നു എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ വിഷുവിൻ്റെ കുറേ
പർച്ചേസ് ചെയ്തു കുറേ സാധനങ്ങൾ. രാത്രി വന്നിട്ട് നമ്മൾ വിഷുക്കണി ഒരുക്കും. വിഷുക്കണി കണ്ടിട്ട് നമ്മൾ പിന്നെ അമ്പലത്തിലൊക്കെ പോകും രാവിലെ. സോ ഇത്ര തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. ചെറിയൊരു വ്ളോഗായിരുന്നു. സോ ടാറ്റാ ബൈ.